അങ്ങനെ ഇസ്രായേൽ സകല നിയന്ത്രണങ്ങളും മറികടന്ന ഫലസ്തീനെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സംഘടനയും ലോകാരോഗ്യ സംഘടനയും ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവന പുറത്തുവിട്ടു. ആ പ്രസ്താവനയിൽ പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു കൂട്ടക്കുരുതിയും യുദ്ധവും വരാൻ പോവുകയാണ് എന്നാണ്. ഇത്തരത്തിൽ ഒരു വലിയ മുന്നറിയിപ്പ് പുറത്തു വന്നതിന്റെ കാരണം ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ്. കഴിഞ്ഞ 7 മാസക്കാലത്തിനിപ്പുറം ഇസ്രായേൽ പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇറാനുമായി ഒരു യുദ്ധം ആരംഭിച്ച് ഒടുവിൽ അത് നിർത്തുന്ന സാഹചര്യമുണ്ടായി. ഇറാനും അതുപോലെ ഇസ്രായേലും ആ യുദ്ധം അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാവരും കരുതിയത് പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് പോവുകയാണ് എന്നാണ്. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അസ്ഥാനത്താക്കിക്കൊണ്ട് ഒരു വലിയ യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങിയിരിക്കുകയാണ്. അത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഹമാസിന്റെയും ഇറാന്റെയും ഭാഗത്തു നിന്നും ഒരേ സമയം ആ കാഹളം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ ഒരു സമാധാന യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ ഇസ്രായേൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്നോട്ട് വെച്ചു. ആ കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അവരുടെ ഒരു ആശങ്കയോ ആണെന്ന്. ആ കാര്യം എന്ന് പറയുന്നത് ഹമാസ് പരിപൂർണമായി യുദ്ധം അവസാനിപ്പിക്കണം. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മാത്രമല്ല, ഈ ഹമാസ് പരിപൂർണമായി കീഴടങ്ങണം. അതായത് ഇനി ഒരിക്കലും പ്രവർത്തന പന്ഥാവിലേക്ക് ഞങ്ങൾ വരികയില്ല, ഒരിക്കലും ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കുകയില്ല, ഒരിക്കലും പലസ്തീൻ എന്ന രാജ്യം വേണം എന്ന് ആവശ്യപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് സാഷ്ടാംഗം ഹമാസ് പ്രണമിച്ച് പിന്നോട്ട് പോകണം എന്ന നിലയിലാണ് ഇസ്രായേൽ ഈ കെയ്റോയിൽ നടന്ന സമാധാന യോഗത്തിൽ നിലപാട് പറഞ്ഞത്. അതിനൊരു കാരണം അവർ പറയുന്നുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് ഇത് ഹമാസ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു ടീമാണ്. ഈ ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോ ഇസ്രായേൽ വിട്ടുകൊടുക്കുകയോ വെടിനിർത്തൽ കരാറിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധം നടത്താതിരിക്കുകയോ ചെയ്താൽ ഹമാസ് ഈ തുരങ്കങ്ങളിൽ നിന്ന് വെളിയിൽ വരും. അങ്ങനെ വെളിയിൽ വന്നാൽ ആ കിട്ടുന്ന സമയം കൊണ്ട് അവർ ഗസ പിടിച്ചെടുക്കും. അങ്ങനെ ഗസ പിടിച്ചെടുത്താൽ വീണ്ടും അവർ സർവ്വസന്നാഹങ്ങളുമായി ഇസ്രായേലിനെ ആക്രമിക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഹമാസ് പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വെടിനിർത്തലിലേക്ക് പോകാത്തത് എന്നാണ് ഈ ചർച്ചയിൽ ഇസ്രായേൽ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇതേ യോഗത്തിൽ അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഇസ്രായേൽ ഒരു നിർണായകമായ പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇനിയില്ല. ഇനി ഒരു യോഗം കൂടി ചേരുന്നുണ്ട്, ഒരു സമാധാന യോഗം കൂടി ചേരുന്നുണ്ട്. സമാധാന യോഗം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ആ യുദ്ധം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന ഈ ഹൂത്തികൾ ചെങ്കടൽ ഉപരോധിച്ചതടക്കമുള്ള നിരവധിയായ പ്രശ്നങ്ങൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ബഹ്റൈനിൽ നിന്നുള്ള ഒരു സായുധ സംഘം കൂടി യുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മേഖലകൾ, സമസ്ത മേഖലകളിലും പശ്ചിമേഷ്യയെ ബാധിക്കുന്ന ഇത്രയും വലിയ ഒരു സങ്കീർണമായ ഒരു യുദ്ധം അതിനിയും വ്യാപിച്ചാൽ ലോകത്തിന്റെ സമ്പദ്ഘടന പോലും തകരാൻ സാധ്യതയുള്ള ആ നിലയിലേക്ക് നീങ്ങുന്ന ഒരു യുദ്ധം അത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ കെയ്റോയിൽ നടന്നു. അത് പരാജയപ്പെട്ടു. അതിൽ ഇസ്രായേൽ എടുത്ത തീരുമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് പിന്നാലെ ഇസ്രായേൽ ഒരു തീരുമാനം കൂടി എടുത്തു. ഇനി ഞങ്ങൾ പിന്തിരിയില്ല, റഫയിലേക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ കടന്നു കയറുകയാണ്. അത് ഇത്രയും നാൾ പറഞ്ഞതുപോലെയല്ല, ഞങ്ങളുടെ മുഴുവൻ സന്നാഹങ്ങളും തയ്യാറാണ്. ആ സന്നാഹങ്ങളെ മുഴുവൻ ഉപയോഗിച്ച് ഞങ്ങൾ റഫയിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലിന്റെ ഈ മുന്നറിയിപ്പ് മുൻനിർത്തിക്കൊണ്ടാണ് നേരത്തെ ഐക്യരാഷ്ട്ര സംഘടനയും അതുപോലെ ലോകാരോഗ്യ സംഘടനയും ഒക്കെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു യുദ്ധമായി ഇത് മാറും എന്ന് പറഞ്ഞത്. അപ്പൊ ഇസ്രായേൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഹമാസ് പറയുന്നത്, ഇസ്രായേൽ പറയുന്നത് പോലെ ഞങ്ങൾ കീഴടങ്ങുന്നില്ല, ഒരിക്കലും ഞങ്ങൾ പിന്മാറില്ല, ഇസ്രായേൽ പരിപൂർണമായി യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ മാത്രമേ ഞങ്ങൾ ബന്ദികളെ വിട്ടു നൽകൂ എന്നാണ് ഹമാസും പറയുന്നത്. അപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാനും ഹമാസും അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകളൊക്കെ ഇപ്പോഴും ഇസ്രായേൽ പരിപൂർണമായി യുദ്ധം നിർത്താതെ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഏറെക്കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഞങ്ങൾ അക്രമകാരികളാകാൻ പോവുകയാണ്, റഫയെ തകർക്കാൻ പോവുകയാണ് എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ്. അതോടൊപ്പം ഹമാസിനെ വെറുതെ വിട്ടാൽ അത് ഞങ്ങൾക്ക് തന്നെ അപകടമാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഹമാസിനെ
ഞങ്ങൾ ബാക്കി വെക്കില്ല, അല്ലെങ്കിൽ ഹമാസ് കീഴടങ്ങി ബന്ദികളെ വിട്ടുതരണം. ഈ നിലപാടിലേക്ക് ഇസ്രായേൽ വരുന്നു. അതേസമയം തന്നെ ഹമാസ് ആണെങ്കിൽ യുദ്ധം പരിപൂർണമായി അവസാനിപ്പിച്ച് നിങ്ങൾ പിന്മാറിയാൽ മാത്രമേ ഞങ്ങളും പിന്നോട്ട് പോകൂ, അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ, ബന്ദികളെ വിട്ടുതരൂ എന്ന് ഹമാസും പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയെ പിടിച്ചു കുലുക്കുന്ന ഒന്നായി വളരുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ റഫയിലേക്ക് അതിശക്തമായ ഒരു ആക്രമണം ഉണ്ടാകും. 15 ലക്ഷത്തോളം പേർ അവിടെ തിങ്ങിപ്പാർക്കുന്നുണ്ട്. അതായത് 3 ലക്ഷത്തോളം പേർക്ക് മാത്രമാണ് അവിടെ താമസിക്കാൻ കഴിയുക. അവിടെ അത്രയും ജനസംഖ്യയുണ്ട്. ബാക്കി 12 ലക്ഷത്തോളം വരുന്ന ആളുകൾ എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ അഭയാർത്ഥികളായി വന്നവരാണ്. ഈ യുദ്ധ അഭയാർത്ഥികളായി വന്ന ആളുകൾക്കിടയിലേക്ക് ഇത്രയും കാലം ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അവർ ചെയ്തിരുന്നില്ല. ഇടയ്ക്ക് ചില ആക്രമണങ്ങളൊക്കെ നടത്തുമായിരുന്നു, പക്ഷെ അതിനപ്പുറത്തേക്ക് അത് വളർന്നിരുന്നില്ല. എന്നാൽ ഇപ്പോഴെന്താണ്? കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 22 റഫയിലെ ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ റഫ അതിർത്തിയിൽ നിന്ന് ഒരു മിസൈൽ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രത്തിലേക്ക് വന്നു. 3 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. അതിന് തിരിച്ചടി എന്ന നിലയിൽ ഇസ്രായേൽ സൈന്യം തിരിച്ചടിച്ചു. ആ തിരിച്ചടിയിലാണ് റഫയിലെ 22 ജനങ്ങൾ പലസ്തീനികൾ കൊല്ലപ്പെടുന്നത്. അപ്പൊ അതൊരു സൂചനയാണ്. ഇനി അങ്ങോട്ട് തുടർച്ചയായ ആക്രമണങ്ങൾ റഫയിലേക്ക് നടത്തുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹമാസിന്റെ അന്ത്യമാണ്. ബന്ദികളെ പൂർണ്ണമായി വിട്ടു നൽകി ഹമാസ് കീഴടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഇത് മുൻനിർത്തിയാണ് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയൊരു കൂട്ടക്കുരുതിയാണ് വരാൻ പോകുന്നത്, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു യുദ്ധമാണ് വരാൻ പോകുന്നത്. അത്തരമൊരു സാഹചര്യം ഭയാനക സാഹചര്യമാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം, അല്ലെങ്കിൽ നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഈ യുദ്ധ സാഹചര്യം അവസാനിപ്പിക്കാനോ തടഞ്ഞു നിർത്താനോ ആർക്കും കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഇസ്രായേലും കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ നിലപാട് അവർ ശക്തമായി ആവർത്തിച്ച് പറഞ്ഞ് ആ നിലപാടിൽ ഊന്നിക്കൊണ്ട് അവർ നിൽക്കുകയാണ്. ഇപ്പുറത്ത് ഹമാസ് ആണെങ്കിലും അവരും അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും റഫയിലേക്ക് ഉടനൊരു ആക്രമണം ഉണ്ടാകും. അങ്ങനെ വന്നാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ ഒറ്റയടിക്ക് കൊല്ലപ്പെടും. ഔദ്യോഗികമായി ഇതുവരെ പലസ്തീനിൽ കൊല്ലപ്പെട്ടത് ഏതാണ്ട് 39,000-നടുത്ത ആളുകളാണ്. കൂടുതൽ ആളുകൾ മണ്ണിനടിയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പലസ്തീൻ ഏജൻസികൾ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ വന്നാൽ പോലും ഏതാണ്ട് ഒരു 40,000 അടുത്ത ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷേ റഫയിലേക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ അത് സ്ഥിതിഗതികളെ മാറ്റിമറിക്കും. അങ്ങനെ വരുമ്പോൾ അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യത ഏറെയാണ്. കാരണം അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഇത്ര വലിയൊരു കൂട്ടക്കുരുതി ഈ പശ്ചിമേഷ്യയിൽ ഉണ്ടായാൽ സ്വാഭാവികമായും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് പോകും. യുദ്ധം വഷളാകും. ഇറാനൊക്കെ വീണ്ടും രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആത്യന്തികമായി ഇസ്രായേലിന് വലിയ തോതിൽ മുന്നേറാൻ സാധിക്കുമായിരിക്കും, ഒരുപാട് പേരെ കൊല്ലാൻ കഴിയുമായിരിക്കും. പക്ഷേ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന വിധത്തിലേക്ക് ഒരു വലിയ പ്രശ്നമായി തന്നെ നിലകൊള്ളും. അപ്പൊ പലരും ഇസ്രായേൽ ജയിക്കുന്നു, അല്ലെങ്കിൽ ഹമാസ് ജയിക്കുന്നു, ഇവർ ജയിക്കട്ടെ അവർ ജയിക്കട്ടെ പക്ഷം പിടിച്ച് പറയുന്നു. പക്ഷെ ആരുടെ പക്ഷം പിടിച്ചാലും ഈ യുദ്ധം വ്യാപിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം അത് പശ്ചിമേഷ്യയെ മുഴുവൻ, നമ്മൾ ഉൾപ്പെടുന്ന ഇന്ത്യ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന ഗുരുതര പ്രത്യാഘാതമായി മാറും. ഇപ്പൊ ഇസ്രായേലിന് നേരെയൊക്കെ ആക്രമണം ഉണ്ടായാൽ അവിടെയും മലയാളികൾ ഒരുപാട് പേരുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന വിധത്തിലേക്ക് ഈ യുദ്ധം വളർന്നേക്കാം. കാരണം മലയാളികൾ ഇതിനു മുമ്പ് പലപ്പോഴായി ഈ ആക്രമണത്തിൽ, ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഭീതിജനകമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം നടത്താതിരിക്കാനാകില്ല. കാരണം അവരുടെ ക്യാബിനറ്റിലെ തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് വിശ്വാസികൾ, അല്ലെങ്കിൽ ആ നിലപാടുകാർ യുദ്ധം വേണമെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റഫയിലേക്ക് ഏത് നിമിഷവും കടന്നു കയറുകയും പശ്ചിമേഷ്യ മുഴുവൻ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് വിഷയം വളരാൻ പോവുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെടിനിർത്തൽ നിർദ്ദേശം ഹമാസും തള്ളിയിട്ടുണ്ട്. ഇനി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല എന്ന് ഹമാസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ശക്തമായിരിക്കും, റഫയെ തകർക്കുന്ന വിധത്തിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഹമാസിനെ പിന്തുടർന്ന് വേട്ടയാടുക എന്ന പ്രഖ്യാപനത്തോടു കൂടിയൊക്കെ ആയിരിക്കും അത് വരിക. അത് എത്രത്തോളം വിജയത്തിലെത്തും, അതായത് ഹമാസിനെ പരിപൂർണമായി അവസാനിപ്പിക്കാൻ ഇപ്പോഴും ഇസ്രായേൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഹമാസിനെ ഇല്ലാതാക്കും എന്ന് അന്ത്യപ്രതിജ്ഞ, അല്ലെങ്കിൽ അന്തിമ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇസ്രായേൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് വിജയിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്.
എന്തായാലും പശ്ചിമേഷ്യ യുദ്ധക്കളമാകാൻ പോകുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ കെയ്റോയിൽ ഒരു ചർച്ച നടന്നത് പരാജയപ്പെട്ടു. ഇനി ഒരു ചർച്ച കൂടി നടക്കുന്നുണ്ട്. ഖത്തറിലായിരിക്കും ആ ചർച്ച എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ചർച്ച കൂടി നടന്ന് അതും പരാജയപ്പെട്ടാൽ ഇസ്രായേൽ റഫയിലേക്ക് കടന്നു കയറും. പിന്നെ എന്തൊക്കെ ബാക്കി ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം സർവ്വസന്നാഹങ്ങളും തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്.